ഹായ് നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻ സൈൻ, നക്ഷത്രം സൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു മാർച്ച് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ ഒരു പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണം, റീഡിങ് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മാർച്ച് മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഹായ്, അപ്പോൾ ഇത് നിങ്ങളുടെ മാർച്ച് മാസത്തിൻ്റെ മെസ്സേജസ് ആണ്. എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി സ്കോർപ്പിയോ? ഓവറോൾ എനർജി നിങ്ങളുടെ 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി എന്താണ്? പാസ്റ്റ് എനർജി 5 ഓഫ് പെൻറ്റിക്കിൾസ്. കറണ്ട് എനർജി 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ കിങ് ഓഫ് വാൻഡ്സ്. ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 സോഡ്സ് ആണ്. അഡ്വൈസ് ഏസ് ഓഫ് കപ്സ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് 7 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ സ്കോർപ്പിയോ ഇവിടെ 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 9 ഓഫ് കപ്സ് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എന്തുകൊണ്ട് ഒരു വിഷ് ഉണ്ടായിരുന്നു, അത് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അത് ഈ മാസം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ 9 ഓഫ് കപ്സ്? 9 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ എന്താ നിങ്ങളുടെ വിഷ് ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് അത് വേണം എന്നുണ്ട്, അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ഇതുണ്ടാവണം എൻ്റെ ലൈഫിൽ. പക്ഷേ എവിടെയോ ഒരു പേടിയുണ്ട്. നിങ്ങൾ അതിൻ്റെ കുറേ പറഞ്ഞ ആ വിഷ് അടുക്കാറായി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എവിടെയോ ഒരു സംശയം, ഒരു മനസ്സിൽ ഒരു ഡൗട്ട് വരാൻ തുടങ്ങിയിരിക്കണോ, ഇതിപ്പോൾ വർക്കൗട്ട് ആവുമോ, ഞാൻ ചോദിക്കണത് എനിക്ക് പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ കാര്യമാണോ, അങ്ങനത്തെയൊക്കെ കുറേ ഡൗട്ട്സ് വരാൻ തുടങ്ങിയിരിക്കണു. ഇവിടെ ലവേഴ്സ് എനർജി ഉണ്ട്. അപ്പോൾ എന്തോ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാണ്ട് ചോയ്സ് ഉണ്ട് 2 ആൾക്കാരുടെ ഇടയ്ക്ക്. അതല്ല വെച്ചാൽ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ വേറെ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. അതല്ല വെച്ചാൽ ഇത് ഒരു റിലേഷൻഷിപ്പിൽ എന്താ ചെയ്യേണ്ടത്, ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേന്ന് ആ ഓപ്ഷൻ ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നോക്കാം എന്താണ് മറ്റേ കാർഡ്സ് പറയണതെന്ന്. അപ്പം നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു റിജക്ഷൻ്റെ എനർജിയാണ്. കുറേ ഒരു ലോൺലിനെസ്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു മാതിരി ഒരു എനർജി, ഒരു റിജക്ഷൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് വഴക്കുണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയിരുന്നു കൂടുതൽ, പറഞ്ഞാൽ ഇമോഷൻസ് അത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു ഏരീസിൻ്റെ കൂടെ, അതല്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾ രണ്ടാളും ഒരു ഓഫീസിൽ തന്നെ ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. എവിടെയോ നിങ്ങൾക്ക് ഈ പേഴ്സൺ നിങ്ങളെ പറഞ്ഞ ഇമോഷണലി നിങ്ങൾക്കൊരു കണക്ഷൻ ഈ പേഴ്സൻ്റെ അടുത്തില്ല. ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളെവിടെയോ റിജക്റ്റഡായി ഫീൽ ചെയ്യണോ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. ഇപ്പോൾ ഇത് റൊമാൻറ്റിക് അല്ല വെച്ചാൽ ഇത് ഒരു ഫാമിലി മെമ്പർ ആവാം. ഓക്കെ, നിങ്ങളുടെ ഫാദർ ഫിഗർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറുടെ കൂടെ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ എപ്പോഴും നിങ്ങൾക്കൊരു കുറവ് മാതിരിയായി ഒരു ഫീലിംഗ് തോന്നുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഫാദറുടെ കൂടെ ആ റിലേഷൻഷിപ്പ് നല്ലതായിരുന്നില്ല. ഫാദർ അല്ല ചെയ്ത് വർക്കിലായിരിക്കാം, കരിയറിലാവാം. ഓക്കെ, കരിയറിലും നിങ്ങൾ എത്രയും എഫേർട്ട് ഇട്ടാലും നിങ്ങളുടെ ബോസ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ നിങ്ങളെ സിംഗിളായിട്ടാണ് കാണുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ മാസം. അപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ ഈ മാസം ഒരു സെപ്പറേഷൻ എനർജിയാണ് കാണുന്നത്.
കാണുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണു നിങ്ങളുടെ ലൈഫിൽ. ഫിനാൻഷ്യലി ഈ മാസം നല്ലതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, കുറേ പൈസ വരണ എനർജി കാണാണ്ട്. പക്ഷേ ഇമോഷണലി നിങ്ങൾ ഈ പേഴ്സൺ എന്നെ ചതിച്ചു എന്ന് ഫീലിംഗ്, ബിട്രിയൽ ഉണ്ടായി, ഈ പേഴ്സൺ എൻ്റെ കൂടെ ചെയ്തത് ശരിയല്ല. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നു ഒരു പേഴ്സൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ പേഴ്സൺ ഇല്ലച്ചാൽ ആ സെയിം പേഴ്സൺ ആയിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. കിങ് ഓഫ് വോൺസ് ഫയർ സൈൻ ആണ് ആദ്യം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നമ്മൾക്ക് നോക്കാം ആരാണ് ഈ പേഴ്സൺ എന്ന്. ഈ പേഴ്സൺ ക്വീൻ ഓഫ് വോൺസിൻ്റെ കൂടെ. അപ്പോൾ ഈ പേഴ്സണും നിങ്ങളുടെ നല്ല ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ട്. ഇതൊരു ഡിവൈൻ പെയറാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കം. ഇതൊരു പുതിയ പേഴ്സൺ ആവാം. ഈ പേഴ്സൺ വരണത് നിങ്ങളുടെ ലൈഫിൽ ഒരു സീരിയസ് ഓഫറാണ് കൊണ്ടുവരണേ. അപ്പോൾ മുമ്പത്തെ പേഴ്സൺ മാതിരി അവർ നിങ്ങളെ യൂസ് ചെയ്യല്ല പറഞ്ഞാൽ, അവർ ഒരു സീരിയസ് എനർജിയാണ് അവർ കൊണ്ടുവരണേ, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ് കൊണ്ടുവരണേ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം സെപ്പറേഷനാണ്. നിങ്ങൾ ഏതോ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റഡ് ആണ്, ഇല്ലിച്ച ബ്രേക്കപ്പ് അയച്ചാൽ ഇവിടെ ഹീലിംഗിൻ്റെ ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സണെ മറക്കാൻ പറ്റില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല, കുറേ ബേർഡൻ ആയി ഫീൽ ചെയ്യണു, കുറേ ബാഗേജ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അതൊക്കെ നിങ്ങളെ കുറേ നിങ്ങൾക്ക് അതുകൊണ്ട് കുറേ വിഷമമുണ്ട്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. അതല്ലച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, അങ്ങനെ തന്നെ ഒരു തേർഡ് പാർട്ടി ആയില്ലോ. അപ്പം നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സും പറയണത് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനാണ്, ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരണത്. ആ ബിഗിനിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യാനാണ്. നിങ്ങളെവിടെയോ ആ പുതിയ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ ആ പേഴ്സണെ റിജക്റ്റാണ് ചെയ്യണത്. അതല്ല വെച്ചാൽ അവർ ഇഗ്നോർ ചെയ്യണോ. യൂണിവേഴ്സ് നിങ്ങളോട് നല്ല പോലെ ആലോചിക്കാനാണ് പറയണത്. എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല പെയറാണ്, നല്ല ഒരു ബിഗിനിങ് ആണ്, പുതിയ തുടക്കമാണ്. ഇത് നിങ്ങൾക്ക് ലോങ് ടേം റിലേഷൻഷിപ്പാണ് വരാൻ പോണത്. പക്ഷെ അത് നിങ്ങളെ റിജക്റ്റ് ചെയ്യുമ്പോൾ ആ ഓഫർ, ആ ഗിഫ്റ്റ് യൂണിവേഴ്സിൻ്റെ ആ ഗിഫ്റ്റിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യാണ്. എവിടെയോ നിങ്ങൾ സെൽഫ് സാബോട്ടാജാണ് ചെയ്യണത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഈ പാസ്റ്റ് പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല എന്ന്. അത് അറിഞ്ഞിട്ടും നിങ്ങളുടെ ലൈഫിനെ തകർക്കുകയാണ് വേണച്ചിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു, ആ പേഴ്സണിന് വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ റിജക്റ്റ് ചെയ്യണു. അപ്പോൾ അതൊക്കെ യൂണിവേഴ്സ് പറയണത് ഇപ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള സമയമായിരിക്കണു. ഈ എനർജി ഉണ്ട്, ഹീലിംഗ് എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ പുറത്തു വരും. ഹൈ പ്രീസ്റ്റസ് ആണ് ഔട്ട്കം. അപ്പോൾ ഈ മാസം നിങ്ങളോട് യൂണിവേഴ്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണത് വെച്ചാൽ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണത്. എന്താ വെച്ചാൽ ഈ മാസം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, ടെംപ്റ്റേഷൻസ് ഉണ്ടാവും, കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ മുമ്പോട്ടേക്കാണ് പോണത്. ലൈഫിൽ കുറേ ഒരു പീസ്ഫുൾ എനർജിയിലേക്കാണ് പോണത്. അതുമാത്രമല്ല ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, ലവ് റിലേഷൻഷിപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഡി ആവണം. ഓക്കെ, ഈ പാസ്റ്റ് പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായിരിക്കണു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് പറയണേ? ഒറക്കിൾ മെസ്സേജ് പറയണത് അബണ്ടൻസ് എന്നാണ്. നിങ്ങളുടെ ലൈഫിൽ കുറേ അബണ്ടൻസ് വരണു. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഇൻറ്റ്യൂഷൻ എന്താ പറയണത് വെച്ചാൽ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്തോ ഇവിടെ ശരിയല്ല, ഈ സിറ്റുവേഷനിൽ എൻ്റെ പാസ്റ്റ് പേഴ്സൺ എന്നെ പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല. അത് അറിഞ്ഞിട്ടും നിങ്ങൾ അതിനെ ഫോളോ ചെയ്യില്ല വെച്ചാൽ ഇതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ അബണ്ടൻസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ്യൂഷൻ എന്താ പറയണത് വെച്ചാൽ അത് കേൾക്കുക. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.